ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നേ. അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്ട്രീറ്റ് ഫുഡ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമ്മുടെ പാളയത്ത് കടകളെല്ലാം പൂട്ടിയെങ്കിലും MG കോളേജ് പരിസരത്തും നന്തൻകോട് കവടിയാർ റോഡിലും വഴുതക്കാടും എല്ലാം തട്ടുകടകൾ ഉഷാറായിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ സിറ്റിയിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കടകൾ വേറെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ നല്ലതും ചീത്തയുമായിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്പാത്തിലുള്ളവരെ ഫുട്പാത്തിൽ തന്നെ ഇരിക്കാൻ അനുവദിക്കണമെന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അവരെ യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കുറച്ച് ഷെൽട്ടറുകൾ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ ചെറിയൊരു വാടകയും മേടിച്ചിട്ട് അവരെ അവിടെ കോർപ്പറേഷൻകാർ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനും ഒരു വരുമാനമാവും, അവരുടെ കടകളും നടന്നു പോകുന്നവർക്കും ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വഴിയോര കച്ചവടക്കാർ അവർ ടൈം പാസിന് വേണ്ടിയിട്ടല്ലല്ലോ ഇത് നടത്തുന്നത്, അവരവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടല്ലേ നടത്തുന്നത്. അപ്പോൾ കാൽനട യാത്രക്കാർക്കോ ഗതാഗതത്തിനോ തടസ്സം വരാത്ത രീതിയിൽ അത് അനുവദിച്ചു കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്.